الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ ശഅബാനിൻ്റെ അവസാന ദിവസങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ റമദാനിൻ്റെ പുണ്യങ്ങൾ ഉൾക്കൊണ്ട് ശഅബാൻ മാസത്തിൽ റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തേണ്ട, മനസ്സിനെ ആ രൂപത്തിൽ ഒരുക്കേണ്ട ദിവസങ്ങളാണ് എന്നൊരു തിരിച്ചറിവോടുകൂടി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്ന ആളുകളായി മാറാൻ, അതിനുവേണ്ടി ശഅബാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരായി മാറാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശഅബാൻ മാസം കടന്നു വന്നാൽ സ്വഹാബത്ത് ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കുകയും നോമ്പധികരിപ്പിക്കുകയും പുണ്യകർമ്മങ്ങളെ ജീവിതത്തിലേറെ ശ്രദ്ധയോടെ വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ പരിശുദ്ധ റമളാനിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം മാനസികമായി അമലുകൾ കൊണ്ട് അവർ ഒരുങ്ങുക എന്നുള്ളത് അവരുടെ ശീലമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മുടെ ഖൽബിനോട് നാം ചോദിക്കൽ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്.
നമ്മുടെ പരിസരങ്ങൾ ശുദ്ധീകരിക്കുക, വീട് വൃത്തിയാക്കുക എന്നതിലപ്പുറം ഇബാദത്ത് കൊണ്ടും ഖൽബ് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഈ മാസത്തിൽ നമ്മൾ റമദാനിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അതാക്കും റമദാൻ, റമദാൻ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന. റമദാനിന്റെ മഹിമ പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയങ്ങളാണ്. റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹത്തിന്റെ മാസമാണ്. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. തുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, അല്ലെങ്കിൽ തുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടിയടക്കുന്ന മാസമാണ്. വതുഗല്ലു ഫീഹി ശയാതീൻ, പിശാചുക്കളെ ചെങ്ങലകളിൽ ബന്ധിക്കുന്ന മാസമാണ്. ഇത് റമദാനിന്റെ മഹിമയായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഈ മാസത്തിന്റെ പ്രത്യേകതകളും ഈ മാസത്തിന്റെ ഫദ്ലുമൊക്കെ ഉൾക്കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഈ മാസത്തിന്റെ മഹിമ മനസ്സിലാക്കി നമ്മൾ പ്രവേശിക്കാൻ, സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഒരുങ്ങേണ്ട ചില ഒരുക്കങ്ങളുടെ ഭാഗമാണ് റമദാനിന്റെ ഓരോ ഇബാദത്തുകളും നമുക്ക് നഷ്ടമാകാത്ത വിധം, ബാത്തിലാകാത്ത വിധം എൻ്റെ കർമ്മങ്ങൾ സുരക്ഷിതമായി എനിക്ക് സംരക്ഷിക്കുന്ന ഇബാദത്തുകളോട് ഈ റമദാനിലേക്ക് എനിക്ക് കാലെടുത്തു വെക്കണം. റമദാൻ പൂർത്തിയാകുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ ഏറെ ശ്രദ്ധയോടെ എൻ്റെ കരങ്ങളിൽ ഉണ്ടാവണമെന്ന ആ ഒരു ചിന്തയോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമോ? പരിശുദ്ധ ഖുർആൻ റമദാനിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ഈ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ ബോധ്യപ്പെടുത്തിയ കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. രണ്ട് കാര്യം വ്യക്തമാണ്. ഒന്ന്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണെന്നും മുമ്പ് കഴിഞ്ഞുപോയവർക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും അല്ലാഹു പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് പറയുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ തഖ്വ കൈവരിച്ച് ജീവിക്കാനാണ് നോമ്പിനെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. നോമ്പ് എന്ന ഇബാദത്തിനെ സംബന്ധിച്ച് പരാമർശിച്ചിടത്ത് തന്നെ അസ്യാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പരിചയായ നോമ്പ് എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ തടുത്തു നിർത്തുന്ന ഒരു ഇബാദത്താണ് നോമ്പ്. ഒരു മനുഷ്യൻ വ്രതമനുഷ്ഠിക്കുന്നുവെങ്കിൽ, നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ അവന്റെ ഇബാദത്തിലൂടെ അവൻ നേടിയെടുക്കുന്ന ഒന്നാണ് തഖ്വ. ജീവിതത്തിൽ സൂക്ഷ്മത എന്താണെന്ന് പഠിക്കുന്ന മാസമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ. ആ തഖ്വയുടെ ഇബാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സഹോദരങ്ങളെ, റമദാനിലെ ഓരോ കർമ്മങ്ങൾക്കും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റമദാനിന്റെ നോമ്പിന് അല്ലാഹു പ്രത്യേകത പറഞ്ഞെടുത്ത് പറഞ്ഞത് കാണാം. 70 ഖരീഫ് നിങ്ങളുടെ മുഖത്തെ അല്ലാഹു 70 ഖരീഫ് നിങ്ങളുടെ മുഖത്തെ അല്ലാഹു നോമ്പുകാരന്റെ മുഖത്തെ നരകത്തെ തൊട്ട് അകറ്റുന്നു. 70 വർഷത്തെ വഴിദൂരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിവരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. അത്ര ദൂരം നരകം മുഖം നരകത്തെ തൊട്ട് അകന്നു നിൽക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസാണ്. മാത്രമല്ല, ഒരു വെള്ളിയാഴ്ചയിലെ ജുമഅ കഴിഞ്ഞ വെള്ളിയാഴ്ചക്കിടയിലുള്ള പാപം പൊറുക്കുന്നുവെങ്കിൽ, ഒരു നമസ്കാരം കഴിഞ്ഞ നമസ്കാരത്തിന്റെ ഇടക്കുള്ള പാപം പൊറുക്കുന്നുവെങ്കിൽ, ഒരു റമദാൻ ഇതാ അടുത്ത റമദാനിന്റെ ഇടക്കുള്ള പാപം പൊറുക്കാൻ കാരണമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ട് കാണാം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ, ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനൻ വഹ്തിസാബാ, ഈമാനോടെയും ഇഹ്തിസാബോടെയും, വിശ്വാസം ഉറപ്പിച്ച് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളിലെ ചെറുപാപങ്ങൾ അല്ലാഹു അതിലൂടെ പുറത്തു കൊടുക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ ഖാമ റമളാൻ, റമളാനിൽ ആരെങ്കിലും നിന്നു നമസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബാ, അതേ നിബന്ധനകളോടെ ഈമാനോടെയും ഇഹ്തിസാബോടെയും കൂടെ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു അതിലൂടെ പുറത്തു കൊടുക്കുകയായി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളിൽ നിന്ന് നമസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബാ, ഈമാനോടെയും ഇഹ്തിസാബോടെയും നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതിലൂടെ പുറത്തു കൊടുക്കുന്നു. ലൈലത്തുൽ ഖദ്റിന്റെ രാവുള്ള മാസമാണെന്ന് റമളാനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി വിശദീകരിച്ചത് കാണാം. ഷഹറുൻ, ഈ മാസത്തിലുണ്ട്, ഫീഹി ലൈലത്തുൻ, ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രി ഈ മാസത്തിലുണ്ട്. അത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസമാണ് റമളാൻ. ആ റമളാനിലേക്ക് നിങ്ങൾ കാലെടുത്തു വെക്കുമ്പോ, റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ, ഈ പറയപ്പെട്ട അമലുകളൊക്കെ സുരക്ഷിതമായി സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള മനസ്സുമായി നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ഇബാദത്തുകളൊക്കെ ചെയ്ത് ഈ ഇബാദത്തുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് റമളാനിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലേ? എല്ലാം ഒരുക്കങ്ങളും നടത്തി, പള്ളികൾ ശുദ്ധീകരിച്ചു, വീട് വൃത്തിയാക്കി, പരിസരങ്ങളൊക്കെ നന്നാക്കി, എല്ലാം ശരിയാക്കി. പക്ഷേ ഖൽബ് നന്നായോ? മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഒന്ന്, ഈമാന് കൊണ്ടുവരുങ്ങണം, തൗഹീദ് കൊണ്ടുവരുങ്ങണം. കാരണം ഈമാനില്ലാത്ത, വിശ്വാസം ക്ലിയറാവാത്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അല്ലാഹു സ്വീകരിക്കുന്ന ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ തൗഹീദ് വേണം, അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ. പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം എത്ര തവണ കേട്ടിട്ടുണ്ട്? ഈമാനോടുകൂടിയാവണം അമല് ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ആ ഈമാനിൽ ദുൽമ് കലർന്നാൽ, ശിർക്ക് കലർന്നാൽ അവന്റെ ഇബാദത്ത് ബാത്തിലാണ്. ഇബാദത്ത് ബാത്തിലാവും. ശിർക്കെന്ന ദുൽമ്, റബ്ബല്ലാത്ത ഒരാളെ, ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെ, ഒരു ശക്തിയെ ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, റബ്ബല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവല്ലാത്ത വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, ശക്തികൾക്ക് റബ്ബ് കാണും പോലെ, റബ്ബ് കേൾക്കും പോലെ, റബ്ബ് സഹായിക്കും പോലെ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു വസ്തുവിന് സഹായിക്കാൻ കഴിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിലും അവന്റെ കർമ്മങ്ങളിലും ശിർക്ക് കടന്നു വന്നു. അങ്ങനെ ശിർക്ക് വന്നാൽ, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ശിർക്ക് കടന്നു വന്നാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം ഹറാമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിച്ചത്, വലഖദ് ഊഹിയ ഇലൈക, നബിയേ നിനക്ക് നാം വഹീ നൽകിയിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹീ നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, റസൂലേ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ, ശിർക്കെന്ന ദുൽമ് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ലയഹ്ബതന്ന അമലുക, അവന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകും. ഇബാദത്തുകളൊക്കെ ബാത്തിലാണ്, അമലുകളൊക്കെ ബാത്തിലാണ്. സഹോദരങ്ങളെ, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല എന്നർത്ഥം. ഹൃദയത്തിന്റെ ഉള്ളിൽ ശിർക്കെന്ന ദുൽമ് കൽബിലുണ്ടോ? ശിർക്കെന്ന ദുൽമ് നമ്മുടെ അമലുകളിലുണ്ടോ? ശിർക്കെന്ന ദുൽമ് നമ്മുടെ വിശ്വാസത്തിലുണ്ടോ? ലയഹ്ബതന്ന അമലുക, അവന്റെ അമലുകളെല്ലാം ബാത്തിലായി പോകും.
വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അവർ പെട്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇബാദത്ത് ബാത്തിലാക്കുന്ന കാര്യമാണ് ശിർക്ക്. ഷിർക്കുണ്ടോ, അവൻ എത്ര കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല, എത്ര രാത്രി ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ഷിർക്ക് അവന്റെ ഹൃദയത്തിലുണ്ടോ, ഷിർക്ക് അവന്റെ ഇബാദത്തുകളിൽ വരുന്നുണ്ടോ, അവന്റെ അമല് ബാത്തിലാണ്, അമല് ബാത്തിലാണ്. അതുകൊണ്ട് ഒന്നാമതായി വിശ്വാസരംഗം നന്നാക്കാതെ സഹോദരങ്ങളെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നാണ്. പ്രവേശിച്ചിട്ട് കാര്യമില്ല. ഈ പുഴുക്കുത്തുള്ള വിശ്വാസവുമായി ഈ ദുൽമുമായി നമ്മൾ ഇബാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ, റമദാൻ എന്ന് പറഞ്ഞാൽ അത് പുണ്യങ്ങളുടെ പൂക്കാലമാണെന്നൊക്കെ പറയുന്നു നമ്മൾ, അല്ലേ? ആ പുണ്യങ്ങളുടെ പൂക്കാലമാണെന്ന് വാദിച്ച് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ട് റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ആ റമദാനിന്റെ ഒരു ഇബാദത്തും സ്വീകരിക്കാത്ത രൂപത്തിലുള്ള വിശ്വാസവുമായിട്ടാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ എന്താണ് കാര്യം? അതുകൊണ്ട് ഒന്ന്, ശിർക്കില്ലാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, പ്രവാചകന്റെ ചര്യയുള്ളതായിരിക്കണം, ചര്യയിലുള്ള ഇബാദത്തുകളായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുള്ള നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, നിസ്കാരം ഞാൻ എങ്ങനെ നിസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് ആ പ്രകാരം തന്നെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പോഴേ നിസ്കാരത്തിന് സ്വീകാര്യതയുള്ളൂ, നിസ്കാരത്തിന് സ്വീകാര്യതയുള്ളൂ. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ഖുദു അന്നീ മനാസികകും, എന്നിൽ നിന്നാണ് നിങ്ങൾ ഹജ്ജ് പഠിക്കേണ്ടത്, ഞാൻ ചെയ്ത പ്രകാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. റസൂൽ ചെയ്ത പോലെ ആവണം ഏതൊരു ഇബാദത്തും. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നോമ്പും അങ്ങനെയാവണം. റസൂൽ ചെയ്തതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ആവണം നമ്മുടെ ഇബാദത്തുകൾ. അതല്ലെങ്കിൽ അവന്റെ ഇബാദത്ത് വെറുതെയാണ്, അവന്റെ ഇബാദത്ത് വെറുതെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ എന്തെന്ന് കൊണ്ടുവന്ന് തന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെന്ന് കൊണ്ടുവന്ന് തന്നില്ലയോ അത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്തെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ, റസൂൽ പഠിപ്പിക്കാത്തൊരു ശൈലി നമ്മുടെ ഇബാദത്തുകൾക്ക് വന്നുകൂടാ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വന്നുകൂടാ. റമദാനിൽ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തുടക്കത്തിലെ നിയ്യത്തിൽ തന്നെ ഇത്തിബാ ഇല്ലാത്ത അമലായി മാറുന്നുണ്ട് പല ആളുകൾക്കും. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊരു ശൈലിയിൽ നിയ്യത്ത് എന്ന് പറഞ്ഞ മനസ്സ് കരുതലാണ്, കരുതുന്ന ഇതിൽ നിന്ന് വിട്ട് ചൊല്ലിപ്പറയുന്ന ശൈലി. അതും പല പള്ളികളിലൊക്കെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്ന ശൈലി. ഇതെവിടെ റസൂൽ പഠിപ്പിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലെടുക്കുന്ന തീരുമാനത്തിനാണ് നിയ്യത്ത് എന്ന് പറയാം, അല്ലാതെ ചൊല്ലിപ്പറയുന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇനി നമ്മളെന്താ ചെയ്യുക? എന്താ പണ്ട് ചൊല്ലിയാല് നല്ലതല്ലേതാ? നല്ലത് എന്നൊരു കാര്യം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കണം, സ്വഹാബത്ത് കൈമാറി തന്നിരിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, റസൂലുള്ളാഹി വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കാറില്ല. അതുകൊണ്ട് റസൂൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യാം. റസൂൽ വഹയാണ് കാണിച്ചു തന്നത്, ആ വഹി എന്താണോ അതായിരിക്കണം നമ്മുടെ അമലുകൾ. അല്ലാതെ നമ്മുടെ കൽബിന് എന്താ തോന്നിയത് അതൊക്കെ ഇബാദത്തായി മാറുന്നുവെങ്കിൽ അള്ളാന്റെ കോടതിയിൽ അതിനെന്തിട്ടൂല, പ്രതിഫലം നേടാൻ സാധ്യമല്ല. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. വിനയമുള്ളവരാകാൻ, കൽബ് എല്ലാ നിലക്കും ഒരുങ്ങിന്ന് നമ്മൾ പറയുന്നത് കളവാണ്. റമദാനിന് വേണ്ടി നമ്മൾ എല്ലാ നിലക്കും ഒരുങ്ങി എന്ന് പറയുന്നത് കളവാ. കുടുംബത്തിൽ തെറ്റി നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്? സ്വന്തം വാപ്പാനോട് തെറ്റിയിട്ട് എത്ര വർഷമായി, എത്ര റമദാനുകൾ പിന്നിട്ട് പോയി. എന്നിട്ടെന്താ മാറാത്തത്? എന്താ നന്നാവാത്തത്?
കുടുംബങ്ങളിൽ സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു ജില്ലകളിലുള്ളവരോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള നമ്മുടെ കുടുംബത്തിലെ എളാപ്പയോ മൂത്താപ്പയോ അമ്മാവനോ ആരാവട്ടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ആരെങ്കിലുമായി ബന്ധങ്ങൾ വിച്ഛേദിച്ച് കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞ ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹദീസ് നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന അഅമാല ബനി ആദം, അതേ ആദമിന്റെ സന്തതികൾ മനുഷ്യരുടെ കർമ്മങ്ങളെ കുറിച്ച് പറയാണ്. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച രാവുകളിൽ, വെള്ളിയാഴ്ച രാവുകളിൽ, വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരുത്തന്റെ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫലാ യുഖ്ബലു അമലു ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. കുടുംബബന്ധം മുറിച്ച ആളുകളുടെ ഇബാദത്തിനെ അല്ലാഹു തട്ടിക്കളയുന്നതാണ്. ഓന്റെ ഇബാദത്ത് പടച്ചവൻക്ക് വേണ്ട. മനസ്സിലായുണ്ടോ? ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുന്നതല്ല. ആരാണവർ? ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവരുള്ള സദസ്സ്, കുടുംബബന്ധം മുറിച്ചവരുടെ അവർ പരിപൂർണമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പിന്നെ എന്തിനാ ഈ ഇബാദത്ത്? പിന്നെ എന്തിനാ നിസ്കാരം, നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോണത്? എന്തിനാ? സ്വർഗം കിട്ടാനല്ലേ. ആ സ്വർഗം തടയപ്പെടുന്നു എന്നാണ്. നമ്മളെ വാശി സമ്മതിക്കണില്ല, നമ്മളെ വൈരാഗ്യം സമ്മതിക്കണില്ല, വിട്ടുകൊടുക്കാൻ നമ്മൾ ഒരുക്കമല്ല. അങ്ങനത്തെ ഇബാദത്തും പടച്ചോൻക്ക് വേണ്ടാൻ, അങ്ങനത്തെവന്റെ അമലും അല്ലാഹ്ക്ക് വേണ്ടാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ബന്ധങ്ങൾ ശരിയാക്കണം. കുടുംബങ്ങൾ മാത്രമല്ല, അയൽവാസികൾ തെറ്റിപ്പിരിഞ്ഞു നടന്നിട്ട്, ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ട്, സുഹൃത്ത് ബന്ധങ്ങൾ അറുത്തു മുറിച്ചിട്ട്, അതെ എല്ലാ നിലക്കും പല ബന്ധങ്ങളോടും തെറ്റിപ്പിരിഞ്ഞ് നടന്നിട്ട് അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ ഇബാദത്തിന് വേണ്ടി റമളാനിലേക്ക് കാലെടുത്തു വെച്ച് റമളാനിന്റെ എല്ലാ ഫളലും ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞ് പരിസരം നന്നാക്കി വീട് വൃത്തിയാക്കി എല്ലാം റെഡിയായി റമളാനിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലാങ്കായി കിടന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇബാദത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സഹോദരങ്ങളെ, വൃത്തിയുള്ള ഖൽബോടുകൂടി പ്രവേശിക്കണം. അസൂയയുള്ള, പകയുള്ള, വെറുപ്പുള്ള കൽബുകളായി നമ്മുടെ കൽബ് മാറാൻ പാടില്ല. നമ്മുടെ കൽബ് മാറാൻ പാടില്ല. ഏറ്റവും സൂക്ഷ്മത കൈവരിക്കേണ്ട മേഖലയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് പരിശുദ്ധ റമളാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മൻ ഹുരിമ ഖൈറഹാ, ആരെങ്കിലും റമളാനിന്റെ അതേ ലൈലത്തുൽ ഖദറിന്റെ ഒക്കെ ഖൈറിനെ ആരെങ്കിലും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഫഖദ് ഹുരിമ, അവൻ നഷ്ടക്കാരനാണ്. പാപങ്ങൾ കഴുകാൻ പറ്റുന്ന മാസം, ഇബാദത്തുകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം, ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഖൽബിന്റെ ഉള്ളിൽ മറ്റുള്ളവനോടുള്ള പകയുമായി പ്രവേശിക്കണ്ട, മറ്റുള്ളവനോട് വൈരാഗ്യവുമായി പ്രവേശിക്കണ്ട, മറ്റുള്ളവനോട് ദേഷ്യമുള്ള കൽബുമായി പ്രവേശിക്കണ്ട. കൽബിനെ കഴുകി വൃത്തിയാക്കിയിട്ട് റമളാനിന്റെ പുണ്യകർമ്മങ്ങൾ നേടാൻ വേണ്ടി ഇറങ്ങണം. ഹജ്ജ് കർമ്മത്തിന് പോകാനുള്ള ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്ത പണി എന്താ ചെയ്യുക? നമ്മൾ അടുത്ത ദിവസം നേരെ പോകും. എന്തിന്? അയൽവാസിന്റെ വീട്ടിൽ പോകും. എനിക്ക് പ്രാവശ്യം ഇങ്ങനെ ഹജ്ജ് പോകാനുള്ളൊരു ചാൻസ് കിട്ടിയെന്ന്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. പൈസ ചെലവാക്കി അധ്വാനിച്ച് പോകുന്നൊരു ഇബാദത്തായതുകൊണ്ട് അതൊക്കെ നമ്മൾ പൊരുത്തപ്പെടിക്കുന്നുണ്ട് അല്ലേ? ഹജ്ജ് മാത്രം സ്വീകരിച്ചാൽ മതിയോ? റമളാൻ സ്വീകരിക്കണ്ടേ? നോമ്പ് സ്വീകരിക്കണ്ടേ? നിസ്കാരം സ്വീകരിക്കണ്ടേ? തിലാവത്ത് സ്വീകരിക്കണ്ടേ? സ്വതക്ക സ്വീകരിക്കണ്ടേ? സകാത്ത് സ്വീകരിക്കണ്ടേ? വേണം. ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് പ്രതീക്ഷിച്ച് റമളാനിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ഇതൊന്നും സ്വീകരിക്കാതെ ബാത്തിലാകുന്ന കർമ്മങ്ങളായി റബ്ബിന്റെ കോടതിയിലെത്തിയാൽ എന്തിനാ നമ്മൾ ഇബാദത്ത് ചെയ്തത്? എന്തിനാണ് നമ്മൾ ഇബാദത്ത് ചെയ്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ബന്ധങ്ങളെ ശരിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാലാമത്തെ വിഷയം പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? മുഫ്ലിസുകളായി നിങ്ങൾ മാറരുത്, പാപ്പരായ വിഭാഗമായി നിങ്ങൾ മാറരുത്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിച്ചു, തദറൂന, നിങ്ങൾക്കറിയുമോ സഹാബികളെ,
മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത ആളുകളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മുഫ്ലിസ, തീർച്ചയായും മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫ്ലിസ് ആരാണെന്നറിയുമോ? യഅതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്തിൽ കടന്നു വരുന്നവരാണ്, പരലോകത്തേക്ക് അവർ വരും. ബിസ്വലാത്തിൻ, നിസ്കാരവുമായി, വസിയാമിൻ, നോമ്പുമായി, വസകാത്തിൻ, സകാത്തുമായി. യഅതി, അവർ റബ്ബിന്റെ കോടതിയിലേക്ക് അവർ വരികയാണ്. കർമ്മങ്ങളുണ്ട് എന്ന ചിന്തയിലാണ് അവർ കടന്നു വരുന്നത്. നിസ്കാരം അവരുടെ കരങ്ങളിലുണ്ട്, സകാത്ത് അവരുടെ കരങ്ങളിലുണ്ട്, നോമ്പ് അവരുടെ കൈകളിലുണ്ട്. ഇങ്ങനെയുള്ള സകല കർമ്മങ്ങളുമായി അവർ റബ്ബിന്റെ കോടതിയിൽ വരും. എന്നാൽ അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോ ഖദ് ശതമഹാദാ ഫഖദ ഫഹാദാ വഅകല മാല ഹാദാ വസഫകഹാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സംഘം ആളുകൾ വന്ന് പറയും, റബ്ബേ, ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കരുതല്ലാ, കാരണം ഈ മനുഷ്യനില്ല റബ്ബേ, ഇയാളിതാ എന്നെ കുറിച്ച് ഈബത്ത് പറഞ്ഞവനാണ്, നമീമത്ത് പറഞ്ഞവനാണ്, വാക്കലമാലഹാദാ, എന്റെ സമ്പത്ത് അന്യായമായി തിന്നവനാണ്, അതേ വസഫഖ ദമഹാദാ, എന്റെ രക്തം ചിന്തിയവനാണ് ഇയാൾ, വളറബഹാദാ, എന്നെ അടിച്ചവനാണ് ഇയാൾ, എന്നെ കുറിച്ച് ഈബത്ത് പറഞ്ഞവനാണ്, നമീമത്ത് പറഞ്ഞവനാണ്, തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ചവനാണ്, ഇയാൾക്ക് നീ സ്വർഗം കൊടുക്കരുത് റബ്ബേ. അള്ളാഹുവിന്റെ മുന്നിൽ പരാതിക്കാർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം, ഈ വിഷയത്തിൽ അല്ലാഹു വിധി പുറപ്പെടുവിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യന്റെ വഹാദാ മിൻ ഹസനാതിഹി, അവന്റെ ഹസനാത്തുകൾ, അവന്റെ പുണ്യകർമ്മങ്ങൾ പരാതിക്കാർക്ക് വിഹിതിച്ചു കൊടുക്കുകയായി. നോമ്പില്ലേ സഹോദരങ്ങളെ, എത്ര റമളാനുകളിൽ കഷ്ടപ്പെട്ടാണ് രാത്രിയിൽ നിസ്കരിച്ചത്, എത്ര റമളാനുകളിൽ എത്ര ചൂടുള്ള സമയത്തും എത്ര പ്രയാസപ്പെട്ടാണ് നോമ്പനുഷ്ഠിച്ചത്, എത്ര റമളാനുകളിൽ സമ്പത്ത് ഓഹരി വെച്ച് കൃത്യമായി സ്വതക്ക ചെയ്തത്, സമ്പത്ത് കൂട്ടിവെച്ച് കണക്ക് നോക്കി സക്കാത്തിന്റെ വിഹിതം കൊടുത്തത്. ആ കൊടുത്തതൊക്കെ യഥാ റബ്ബ് മറ്റുള്ളവർക്ക് വിഹിതിച്ചു കൊടുക്കുകയാണ്, അള്ളാഹു വിഹിതിച്ചു കൊടുക്കുകയാണ്, പുണ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, സുമ്മ തുരിഹ ഫിന്നാർ, ആ മനുഷ്യനെ റബ്ബ് നരകത്തിലേക്ക് വലിച്ചെറിയും. നിസ്കരിച്ചിട്ടും നരകം വാങ്ങുന്നവരാണവർ, നോമ്പെടുത്തിട്ടും നരകം വാങ്ങുന്നവരാണ്, സുഹൃതങ്ങൾ ചെയ്തിട്ടും നരകത്തിന്റെ ആഴത്തിലേക്ക് പതിക്കപ്പെട്ടവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗൗരവമുള്ള വിഷയ, നിസ്സാരാക്കണ്ട. മറ്റുള്ളവന്റെ സമ്പത്തിന്റെ അക്കൗണ്ടിലില്ല, ഞാൻ അനാവശ്യമായി ആരുടെ സമ്പത്തും കൊള്ളയടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക, ഞാൻ ആരെയും മാനസികമായി വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക, ഞാൻ ആരോടും ആരെക്കുറിച്ചും ഞാൻ ഈബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല എന്നുറപ്പുവരുത്തുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൊരുത്തപ്പെടിക്കാനുള്ള സമയമാണ്. പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിക്കുന്ന ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ കയറിച്ചെല്ല്, പെരീക്ക് കയറിച്ചെല്ല്, കുടുംബ ബന്ധങ്ങൾ നന്നാക്ക്, അയൽവക്ക ബന്ധങ്ങൾ നന്നാക്കണം. എല്ലാ അർത്ഥത്തിലും ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തണം, ശരിപ്പെടുത്തണം. സമ്പത്ത് അനാവശ്യമായി കൊള്ളയടിച്ചിട്ടുണ്ടോ, അവനോടൊന്ന് നേരിട്ട് സംസാരിക്കണം. എൻ്റെ കയ്യിലില്ല, ഇല്ലെങ്കിൽ തരാമെന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്ന് എടുത്തു പറയേ, എന്നിട്ട് റമളാനിലേക്ക് വരണം. അങ്ങനല്ലേ പുണ്യകർമ്മങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുക, അങ്ങനല്ലേ പുണ്യകർമ്മങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായ ചിന്തയോടുകൂടിയാവണം പരിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കപ്പെടുന്ന അമലുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്, സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞിടത്ത് മറ്റൊരു വിഭാഗത്തെ പറഞ്ഞത് കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു ഹദീസ് തന്നെയാണ്, നന്മയും തിന്മയും കൂട്ടിക്കുഴച്ച മനുഷ്യന്മാർ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു മേഖലയാണ്. അൻ സൗബാൻ റളിയല്ലാഹു അൻഹു, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു ഖാല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്,
ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടൊരു വിഭാഗത്തെ എനിക്കറിയാം. അവരുടെ പ്രത്യേകത എന്താണ്? യഅ്തൂന യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ കടന്നു വരും. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തിന് സമാനമായ കർമ്മങ്ങളുമായിട്ട് അവർ റബ്ബിന്റെ കോടതിയിൽ വരും. തിഹാമ പർവ്വതത്തിന് സമാനമായ ഇബാദത്തുകൾ, പർവ്വത സമാനമായ കർമ്മങ്ങളോലെ കയ്യിലുണ്ട്. എല്ലാ പുണ്യങ്ങളും തേടിയിട്ടാണ് അവർ വരുന്നത്. ആ പുണ്യകർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു, ബീളന്നത് വെളുവെളുത്തതാണ്, പളുങ്ക് പോലെയുള്ളതാണ്. പരലോകത്തവന്റെ കർമ്മങ്ങൾ കൊണ്ടുവരുമ്പോ അള്ളാഹുവന്റെ കർമ്മങ്ങളെ ചുരുട്ടിപ്പിടിക്കും. അല്ല ചേർത്തവന്റെ കർമ്മങ്ങളെ ആക്കി തീർക്കുന്നതാണ് ഹബാഅം മൻസൂറാ, തൂളികളാക്കി ഊതിപ്പറപ്പിക്കുന്ന തൂളികളാക്കി റബ്ബ് മാറ്റും. ഊതിപ്പറപ്പിച്ച തൂളികളാക്കി പടച്ചോനവന്റെ അമലുകളെ മാറ്റും. ഖാല സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അൻ ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂലേ, ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല നബിയേ. ആരുടെ കർമ്മങ്ങളാണ് പറപ്പിച്ച് കളയുന്ന തൂളികളെപ്പോലെ റബ്ബ് മാറ്റുക എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അവരെ പറ്റി ഒന്ന് പറഞ്ഞു തന്നാലും, അവരുടെ പ്രത്യേകതകളൊന്ന് വിശദീകരിച്ചു തന്നാലും ഒന്ന് പറഞ്ഞു തരി. ആരുടെ അമലാണ് അങ്ങനെ പോവുക? കാരണം ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വതുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വജിൽദതികും വമിൻ ജിൽദതികും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂടെയുള്ളവരാണ്. യഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിച്ചപ്പോൾ അവരും രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. തഹജ്ജുദും ഖിയാമുൽ ലൈലും ഖിയാമു റമളാനൊക്കെ ആ തറാവീഹൊക്കെ നിസ്കരിച്ചപ്പോൾ നിങ്ങളെ കൂടെ ഓലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ച സമയത്ത് അവരും നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹകൂഹാ, ആ നന്മകളൊക്കെ ഓല് ചെയ്തു, അതിന്റെ കൂടെ ഓല് തിന്മകളും ചെയ്തു. അത്ര ഗൗരവമുള്ള വിഷയം എന്നറിയോ? നന്മകളൊക്കെ ചെയ്തു, അതിന്റെ കൂടെ ഓല് തിന്മകളും ചെയ്തു. എന്താ തിന്മ? നിസ്കാരം കഴിഞ്ഞു, ഇബാദത്തൊക്കെ ചെയ്തു, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാ തോന്നിവാസങ്ങളും കണ്ടു, എല്ലാ തോന്നിവാസങ്ങളും ആസ്വദിച്ചു, എല്ലാ തോന്നിവാസത്തിന്റെ മേഖലയിലും അവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവന്റെ കർമ്മങ്ങളെ ഹബാഅം മൻസൂറാ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി റബ്ബ് മാറ്റും. നമ്മുടെ കർമ്മങ്ങളുടെ അവസ്ഥ അതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊരു ആത്മാർത്ഥത ഉണ്ടാവണം, ഒരു കൃത്യമായി ഇത്തിബാ ഉണ്ടാവണം, ഈമാനോടുകൂടി അത് നിർവഹിക്കണം. ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് അമലുകളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആറാമത്തെ വിഷയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റിയാ കലരാത്ത ഇബാദത്തായി നിങ്ങളുടെ ഇബാദത്തിനെ നിങ്ങൾ സംരക്ഷിക്കണം. റിയാ കലരാൻ പാടില്ല. മറ്റുള്ളവൻ കാണട്ടെ എന്ന നിയ്യത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവന്റെ അമലുകൾ വെറുതെയാണ്. ഒരു സ്വതക്ക ചെയ്യുമ്പോൾ ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് അറിയട്ടെ എന്ന നിയ്യത്ത് നമ്മുടെ കൽബിലേക്ക് വന്നാൽ നാട്ടുകാരറിഞ്ഞു, ആഖിറത്തിൽ ഇതിന് പ്രതിഫലം ഉണ്ടാവില്ല, പരലോകത്തെ ഇതിന് പ്രതിഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് കൽബിനെ നന്നാക്കുന്നിടത്ത് ഏറ്റവും പ്രധാനമാണ് റിയാ എന്ന രോഗത്തിൽ നിന്ന് കൽബിനെ ശുദ്ധീകരിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക്, രൂപത്തിലേക്ക് അള്ളാഹു നോക്കുന്നില്ല, ശരീരത്തിലേക്ക് അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ കൽബിലേക്കാണ്. നിങ്ങളുടെ നിയ്യത്ത് എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ആ ലക്ഷ്യത്തിനാണ് പ്രതിഫലം രേഖപ്പെടുത്തുക. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കി എല്ലാ അർത്ഥത്തിലും ഇബാദത്ത് സ്വീകരിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള കർമ്മങ്ങളുമായി ഈ റമളാനിൻ്റെ ഇബാദത്തുകളുമായി അള്ളാഹുവിൻ്റെ കോടതിയിലെത്തണം. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക, മനസ്സൊന്ന് ശുദ്ധീകരിക്കണമെന്ന് നിയ്യത്തെടുക്കുക, നല്ല തീരുമാനത്തോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു പ്രധാന കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ ജാമിഅ
അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൻ്റെ കോൺവെക്കേഷൻ നടക്കുകയാണ്. അതിൻ്റെ തുടക്കമായി കഴിഞ്ഞു. നമുക്ക് ആ പ്രോഗ്രാമും അതേപോലത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു കലക്ഷൻ ഇന്നിവിടെ നടക്കുന്നുണ്ട്. ആത്മാർത്ഥമായി നമ്മുടെ കൈകളിലുള്ളത് നല്ല വിലപ്പെട്ടതായി നമ്മൾ കണ്ട് അതിലേക്ക് ധർമ്മമായി നൽകണമെന്ന്, ദാനമായി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല നിയ്യത്തോടെ പ്രതിഫലം കൊതിച്ചുകൊണ്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഏറ്റവും പ്രധാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മാസം തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, അള്ളാഹിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നൊരു മാസം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഇവിടെയുള്ള ദാനധർമ്മങ്ങൾക്കൊക്കെ വലിയ വില ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദിവസമാണ് ആ ദിവസമെങ്കിൽ അതിൻ്റെ ഒരു ഖൈറ് നമുക്ക് ലഭിക്കാൻ, ആ ഒരു ഖൈറിലൂടെ നമുക്ക് പ്രവേശിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി പിറുപിറുക്കാതെ ആ ഒരു ദീനി ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ദീനിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സംഖ്യ എന്ന നിലക്ക് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ സ്വതക്ക ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയില്ല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്നവർക്ക് അല്ലാഹു ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.